കർണാടകയിൽ നഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിലൊന്നാമതായി വരുന്നത് അംഗീകാരമാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥാപനവും അവിടെയുള്ള കോഴ്സും കർണാടക നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ KNC അഥവാ INC അപ്രൂവൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ക്ലാസ് റൂം, ലൈബ്രറി, പിന്നെ അതുപോലെ തന്നെ ലാബ്, അതുകൂടാണ്ട് ക്ലിനിക്കൽ പ്രാക്ടീസിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. മൂന്നാമത് വരുന്ന കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഫാക്കൽറ്റിയുടെ യോഗ്യത, അതായത് ആ സ്ഥാപനത്തിലെ ഫാക്കൽറ്റികളുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവരുടെ യോഗ്യത, അനുഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വൈവിധ്യം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുക. നാലാമത് വരുന്ന കാര്യം ക്ലിനിക്കൽ പ്രാക്ടീസും പ്ലേസ്മെന്റും, അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ക്ലിനിക്കൽ പ്രാക്ടീസിനും പ്ലേസ്മെന്റിനും ഫേമസ് ആയിട്ടുള്ള, അതായത് പ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റലുകളായിട്ടും അതുപോലെ തന്നെ ഹെൽത്ത് സെന്റേഴ്സ് ആയിട്ടും റിലേറ്റഡ് ആണോ എന്ന് പരിശോധിക്കുക. അഞ്ചാമതായി വരുന്നത് വിജയ ശതമാനവും പ്ലേസ്മെന്റ് റെക്കോർഡ്സുമാണ്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകളും കണക്കാക്കുന്നതിനായി നഴ്സിംഗ് കൗൺസിൽ പരീക്ഷകളിലെ സ്ഥാപനത്തിന്റെ വിജയ ശതമാനവും പ്രീവിയസ് ബാച്ചുകളുടെ റെക്കോർഡ്സും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് കൂടാതെ ഫീസ് സ്ട്രക്ചർ, സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ ആൻഡ് മെസ് ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, അതായത് കോളേജ് ഒരുപാട് ദൂരത്താണോ, അതുപോലെ തന്നെ ക്യാമ്പസിന്റെ അകത്ത് തന്നെയാണോ ഹോസ്റ്റൽ വരുന്നത്, കുട്ടികൾക്ക് പോയി വരാൻ പറ്റുന്നതാണോ, പിന്നെ പ്രീവിയസ് സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്സ് ഒക്കെ ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോർട്ടൽ വഴി അറിയാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കാനായിട്ട് www.gocoedu.in എന്ന വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി. കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അതുമൂലം ലഭിക്കുന്നതായിരിക്കും.